ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ചൊറിയും കുത്തിയല്ല, പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെച്ചിട്ടൊരു കോൾ വന്നത്. എവിടെ ഈ ഇപ്പോഴും എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ജബി വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ വിളിച്ചിട്ട് ഇന്നൊക്കെ ബുക്കിംഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ വരണം, നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓക്കെ പറഞ്ഞതുമായിരുന്നു. പക്ഷേ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ മടിഞ്ഞിരുന്നു. പറഞ്ഞ സമയമായിട്ട് എത്താത്തത് കണ്ടപ്പോൾ ആൾ വിളിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മടിഞ്ഞ് ഞാനിരുന്ന് ലാസ്റ്റ് പിന്നെ ആ പെണ്ണിനെ കാത്തിരുന്നല്ലേ വെച്ച് ഞാൻ പോന്നു നോക്കിയപ്പോൾ ബ്രൈഡൽ ക്രാഫ്റ്റിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ഹരാൻഷ ഉദ്ഘാടനമൊക്കെ ചെയ്ത ഷോപ്പ്, ആ ഷോപ്പിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞ് ഞാൻ ഷോപ്പിലേക്കൊക്കെ കയറി ചെന്നു. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷോപ്പിൽ കയറുന്നത്. ഞാൻ അതുവരെ കയറിയിട്ടില്ല, ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ കയറി അവൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കയറാട്ടെ പറഞ്ഞ് കയറ്, ഞാൻ വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ വീണ്ടും വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരിക്കണം. അപ്പോൾ ദേ ഗൈസ്, ഇത് ഇട്ട് വന്ന് നോക്കിയപ്പോൾ അബായയാണ് സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ അവളുടെ അടുത്ത് ഇല്ലാത്ത മോഡലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എടുക്കണമെങ്കിൽ എടുത്തോ പറഞ്ഞു. പിന്നെ അവൾ ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഉള്ള ടൈപ്പ്, അവൾ ഇട്ടുകണ പോലത്തെ ടൈപ്പ് തന്നെയാണ് അവൾ വീണ്ടും നോക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ കല്ലും ചില്ലും പുള്ളിയൊക്കെ ഉള്ള ഒരു ചുരിദാർ അവൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പം അതിൻ്റെ സെക്ഷനിൽ പോയിട്ട് നോക്കി അവൾ ട്രയൽ ചെയ്യാൻ പോയത്. അപ്പം ഞാൻ ഇരുന്ന് സുഖിക്കുമായിരുന്നു. ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വേറൊരു സെക്ഷൻ തന്നെ ഞാൻ കാണുന്നത്. ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഷോപ്പ് പോലെ ബ്രൈഡലിനുള്ള ഡ്രസ്സ്, സാരി, ലെഹങ്ക, ഗൗണ്, അങ്ങനത്തെ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്ത് വേറെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളെ കാണുന്നില്ലല്ലോ, ഇതെന്താണെന്നും കരുതി ഞാൻ വന്ന് നോക്കി. എനിക്ക് പിരാന്ത് പിടിച്ച് ഒന്ന് കിടന്ന് കറങ്ങിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ലാസ്റ്റ് അവൾക്ക് കല്ലും പുള്ളിയൊന്നുള്ള ചുരിദാറും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അവളെ ആ ഒരു അബായ ഉണ്ടല്ലോ, ആ അബായ ഇട്ടുണ്ടെങ്കിൽ ചുരിദാറിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അവിടെ 2000 നോക്കുന്ന ചുരിദാറിനൊക്കെ 2000 ആയതുകൊണ്ട് അവൾ പറഞ്ഞ ചുരിദാർ തൽക്കാലം നമുക്ക് പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അവൾ ഹെൽമെറ്റ് എടുത്തിട്ടില്ല. പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ കയറ്റിക്കൊള്ളുണ്ട്, ഹെൽമെറ്റ് ഇല്ലാണ്ട് അവൾ ബാക്കിൽ കയറ്റില്ല, ഈ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ വന്നതാണ്, അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഈ എങ്ങനെ എന്നെ കൊണ്ടുപോകാൻ വരില്ലേ, ഹെൽമെറ്റ് കൊണ്ടുവരണമല്ലോ എന്ന് പറഞ്ഞ് ചീത്തറിഞ്ഞ് 500 ആണെങ്കിൽ ഫൈൻ, 500 സാറില്ല ബാക്കി കയറുന്നും പറഞ്ഞ് കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റി പാലം ഇറങ്ങുന്ന ഭാഗത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫ്ലോറ പറഞ്ഞ ഷോപ്പിൽ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താത്ത പറയുന്നു ഇവൾക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല, പറ്റാത്ത വേറെ ഒന്നുമില്ല, ഇവൾക്ക് ഈ പൊതങ്ങനെയുള്ള ഷോൾ വേണ്ട എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ആ ഷോൾ കാണുമ്പോൾ അവൾക്ക് ഇത് മെറൂൺ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ എടുത്തതായിരുന്നു. അപ്പോൾ താത്ത പറയാം അവിടെ നിന്ന് നടന്നു വാ, ഇവിടെ നിന്ന് നടന്നു വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഗൈസ് അവളുടെ ഈദ് ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇതായിരുന്നു അവൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. ഷോളാണെങ്കിൽ നല്ല പൊതങ്ങനെയാണ്. അപ്പോൾ അവൾ വേറെ ഷോൾ ജസ്റ്റ് കുഴഞ്ഞ ഷോളൊക്കെ ഇട്ടിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഈ ഡ്രസ്സ് മതി. അപ്പോൾ ഞാൻ ചോദിച്ചു ഷോൾ എന്ത് ചെയ്യും, ഷോൾ കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് അടിച്ചു കൊടുക്കുക, ആ ഒരു മുഖഭാവമാണ് ഇപ്പോൾ അവളെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യും, അതിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലും, അതൊക്കെയായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഗൈസ് അവൾ നോക്കി അവൾക്ക് ഈ കളർ വേണ്ട, വേറൊരു കളർ നോക്കട്ടെ പറഞ്ഞു. വേറൊരു കളർ, ഒരു നീല പോലത്തെ കളർ, ആ കളർ അവൾക്ക് ഇഷ്ടമായി, അതാണ് അവൾ സെലക്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ബില്ലൊക്കെ ആക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ പറഞ്ഞത് ഏതായാലും നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണോ, ഇവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊരു വീഡിയോ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഷോർട്സ് ആക്കിയിട്ടേ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ നിൽക്കുക, ഞാൻ വീഡിയോ എടുത്തരാൻ തന്നെ. അവൾക്ക് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഒക്കെ സെറ്റ് ആക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൾ ഒരു ചുരിദാർ കണ്ടപ്പോൾ ആ ചുരിദാർ ജസ്റ്റ് ഇട്ട് ആ വീഡിയോക്കും വേണ്ടി ഇട്ടതാണ്. ആ ചുരിദാറാണ് ഈ ചുരിദാർ. ലാസ്റ്റ് വന്നപ്പോൾ ഇട്ട് ജസ്റ്റ് കാണിച്ചു വന്നപ്പോൾ അത് എടുക്കണ ഇണ്ടിയും വെള്ളം ഓൾക്ക് ആ ചുരിദാറാണ് പറ്റിയത്. പെട്ടെന്ന് വെച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റി ആ ചുരിദാർ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്ന്. അങ്ങനെ നമുക്ക് ഇത്തൻ്റെ അടുത്തൊന്ന് കയറാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇത്തൻ്റെ അടുത്ത് കയറാം, ഈ ഇവിടെ ഇറക്കി തന്നാൽ മതി പറഞ്ഞപ്പോൾ ഇവിടെ ഇറക്കി തന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ പരമ ബോറായിരിക്കും ചിലപ്പം, കാക്ക കൂകണതും എല്ലാതും ഉണ്ടാവും, ഒക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇതൊരു ഈദ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അവളെ
കൂടെ ഒരു ചുമ്മാ ഒരു ഔട്ടിംഗ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഇടാൻ പറ്റൂലല്ലോ. 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും വയ്യ. എന്നിട്ട് പോലും ഞാൻ ഇന്ന് ഇടണമല്ലോ എന്നുള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കാര്യമാക്കാണ്ട് ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ കഥയിലോട്ട് വരാം. ഇത് ഇത്തൻ്റെ പൂന്തോട്ടമാണ്. ഇത്തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറഞ്ഞത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.